നിന്നും ബ്രിട്ടൻ മോഷ്ടിച്ചു കൊണ്ടുപോയ കോഹിനൂർ രത്നം നമ്മുടെ ഇന്ത്യക്ക് തന്നെ തിരികെ വേണമെന്ന് ഇന്ത്യക്കാരായ നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? ബ്രിട്ടീഷ് രാജകുടുംബം അവരുടെ കിരീടത്തിൽ നമ്മുടെ ഈ കോഹിനൂർ രത്നം പതിപ്പിച്ചുകൊണ്ടാണ് കുറേ കാലങ്ങളായി ഇരുന്നത്. ഇന്നത് വലിയ മ്യൂസിയത്തിലേക്കൊക്കെ മാറ്റി. എന്നാൽ ഈ വിഷയത്തിൽ വലിയൊരു ട്വിസ്റ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബ്രിട്ടീഷ് രാജകുമാരി ഇപ്പോൾ അമേരിക്കൻ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് ന്യൂയോർക്ക് മേയറും ഇന്ത്യൻ വംശജനുമായ സഹ്റാൻ മംദാനി ഇന്ത്യയിൽ നിന്ന് മോഷ്ടിച്ചു കൊണ്ടുപോയ ആ കോഹിനൂർ രത്നം ഇന്ത്യക്ക് തന്നെ തിരികെ നൽകണമെന്ന് ബ്രിട്ടനിലെ ചാൾസ് രാജാവിനോട് ആവശ്യപ്പെടുമെന്ന് ഒരു പ്രഖ്യാപനം നടത്തിയത്. അമേരിക്കയിലെത്തിയ ചാൾസ് രാജാവുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് തൊട്ട് മുൻപാണ് മംദാനി കോഹിനൂർ രത്നം വീണ്ടും ചർച്ചയാക്കിയത് എന്നതും ഒരു വലിയ കാര്യം തന്നെയാണ്. സെപ്റ്റംബർ 11 ഭീകരാക്രമണ അനുസ്മരണ ചടങ്ങിൽ ചാൾസ് രാജാവും മംദാനിയും പരസ്പരം കണ്ടുമുട്ടുകയും ചെയ്തു. എന്നാൽ ഈ ആവശ്യം മംദാനി ഉന്നയിച്ചോ എന്നത് സംബന്ധിച്ച് വ്യക്തമല്ല. എങ്കിലും മംദാനി ഇത്തരം ഒരു പരാമർശം നടത്തിയത് ലോകത്ത് വലിയ വാർത്തയായി. ഈ സംഭവം ബ്രിട്ടനെ നാണം കെടുത്തിയിട്ടുണ്ട്. മാത്രവുമല്ല, ഈ വിഷയം കൂടുതൽ ചർച്ചയാകുന്നത് ബ്രിട്ടന് അത്ര തന്നെ താല്പര്യമുള്ള കേസുമല്ല. എന്താണ് നമ്മുടെ ഇന്ത്യൻ കോഹിനൂർ രത്നം? എന്താണ് അതിൻ്റെ സവിശേഷത? 105.6 ക്യാരറ്റ് രത്നം. അതാണ് കോഹിനൂറിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം പറയുന്ന പരിശുദ്ധ രത്നം എന്നത്. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ രത്നം. പേർഷ്യൻ ഭാഷയിൽ ഇതിൻ്റെ അർത്ഥം പ്രകാശത്തിൻ്റെ പർവ്വം എന്നാണ്. 14-ാം നൂറ്റാണ്ടിൽ കൊല്ലൂർ ഖനിയിൽ നിന്നും കണ്ടെടുത്ത ഈ രത്നം സ്വാതന്ത്ര്യത്തിന് മുൻപ് ബ്രിട്ടീഷുകാർ ബ്രിട്ടനിലേക്ക് കടത്തുകയായിരുന്നു അത്രേ. എലിസബത്ത് രാജ്ഞി ഉപയോഗിച്ചിരുന്ന കിരീടത്തിലാണ് കോഹിനൂർ രത്നത്തിന്റെ സ്ഥാനം. ഈ കിരീടം ടവർ ഓഫ് ലണ്ടനിൽ ഇപ്പോൾ പൊതു പ്രദർശനത്തിന് വെച്ചിരിക്കുകയുമാണ്. ഇന്ത്യ പലവട്ടം ഇത് തിരികെ വേണമെന്ന് ബ്രിട്ടനോട് ആവശ്യപ്പെട്ടിരുന്നു. നമ്മുടെ രാഷ്ട്ര ചരിത്രത്തിൽ ശക്തമായ വേരുകളുള്ള വിലപ്പെട്ട ഒരു സൃഷ്ടി കൂടിയാണ് ഈ വജ്രം എന്ന് ഇന്ത്യ പലതവണ മുൻപ് പറഞ്ഞതാണ്. ബ്രിട്ടീഷ് ഭരണകാലത്തെ കൊളോണിയൽ അതിക്രമങ്ങളുടെ പ്രതീകമായിട്ടാണ് ബ്രിട്ടീഷുകാർ വജ്രം കൈവശം വെച്ചത് എന്ന വിമർശനവുമുണ്ട്. ഇന്ത്യയിലെ മുഗൾ ചക്രവർത്തിമാർ, ഇറാനിലെ ഷാമാർ, അഫ്ഗാനിസ്ഥാനിലെ അമീറുകൾ, സിഖ് മഹാത്മാക്കൾ എന്നിവരുടെ ഉടമസ്ഥതയിലായിരുന്നു ഈ വജ്രം മുൻപ് ഉണ്ടായിരുന്നത് എന്നാണ് ഹിസ്റ്റോറിക് റോയൽ പാലസ് ചാരിറ്റി പറയുന്നത്. ഇന്ത്യയുടെ മണ്ണിൽ ജനിച്ച് ഇന്ന് ബ്രിട്ടീഷ് രാജ്ഞിമാരുടെ കിരീടത്തിൽ തിളങ്ങുന്ന കോഹിനൂറിന്റെ ചോര പുരണ്ട ചരിത്രം എന്താണ് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇന്ത്യയിലെ ഗോൽക്കൊണ്ട ഖനികളിൽ നിന്നും ആണ് കോഹിനൂർ കണ്ടെടുത്തത് എന്നും പറയപ്പെടുന്നുണ്ട്. ലോകതീയ രാജവംശത്തിൽ നിന്നും ഡൽഹി സുൽത്താൻമാരിലേക്കും പിന്നീട് മുഗൾ ചക്രവർത്തിമാരിലേക്കും ഇത് കൈമാറ്റം ചെയ്യപ്പെട്ടു. ഷാജഹാൻ ചക്രവർത്തിയുടെ വിഖ്യാതമായ മയൂര സിംഹാസനത്തിൽ ഈ രത്നം പതിപ്പിച്ചിരുന്നു അത്രേ. പിന്നീട് ഇന്ത്യ ആക്രമിച്ച പേർഷ്യൻ ചക്രവർത്തി നാദിർ ഷാ ആണ് ഇതിന് കോഹിനൂർ എന്ന പേര് നൽകുന്നത്. അഫ്ഗാൻ ഭരണാധികാരികളിലൂടെ ഈ രത്നം പിന്നീട് പഞ്ചാബിലെ സിഖ് സാമ്രാജ്യത്വത്തിന്റെ സ്ഥാപകനായ മഹാരാജ രഞ്ജിത് സിംഗിന്റെ കൈകളിലുമെത്തി. ഇതിനിടയിൽ ഒരു വിശ്വാസം കൂടി ഈ രത്നത്തിനൊപ്പം വളർന്നിരുന്നു. ഈ രത്നം കൈവശം വെക്കുന്ന പുരുഷന്മാർക്ക് നിർഭാഗ്യവും നാശവും സംഭവിക്കുമെന്ന്. ദൈവത്തിനോ സ്ത്രീകൾക്കോ മാത്രമേ ഇത് ധരിക്കാൻ കഴിയൂ എന്നുമുള്ള ഒരു വിശ്വാസമുണ്ടായിരുന്നു അത്രേ. ബ്രിട്ടീഷുകാർ കോഹിനൂർ സ്വന്തമാക്കിയത് വില കൊടുത്ത് വാങ്ങിയോ അതോ ആരെങ്കിലും സമ്മാനമായി നൽകിയതോ അല്ല. 1849 നടന്ന രണ്ടാം ആംഗ്ലോ സിഖ് യുദ്ധത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി പഞ്ചാബ് പിടിച്ചടക്കുന്നുണ്ട്. അന്ന് സിഖ് സാമ്രാജ്യത്വത്തിന്റെ അവകാശി വെറും 10 വയസ്സ് മാത്രം പ്രായമുള്ള മഹാരാജ ദുലീപ് സിംഗ് ആയിരുന്നു. ആ കുഞ്ഞിനെ അമ്മയിൽ നിന്നും അകറ്റി നിർത്തി ബ്രിട്ടീഷുകാർ ലാഹോർ ഉടമ്പടി എന്നൊരു കരാറിൽ ഒപ്പുവെപ്പിച്ചു. ആ കരാറിലെ ഒരു പ്രധാന വ്യവസ്ഥ ഇതായിരുന്നു: കോഹിനൂർ രത്നം ലാഹോർ മഹാരാജാവ് ഇംഗ്ലണ്ടിലെ രാജ്ഞിക്ക് വിട്ടുകൊടുക്കേണ്ടതാണ് എന്ന്. അതൊരു സമ്മാനമായിരുന്നില്ല, മറിച്ച് തോൽപ്പിക്കപ്പെട്ടവന്റെ മേൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വം നൽകിയ പച്ചയായ പിടിച്ചുപറിയായിരുന്നു. 1850 കോഹിനൂർ വിക്ടോറിയ രാജ്ഞിയുടെ മുന്നിലെത്തി. രത്നത്തിന്റെ തിളക്കം പോരാ എന്ന് തോന്നിയതുകൊണ്ട് അത് വീണ്ടും മുറിച്ച് മിനുക്കാൻ ആൽബർട്ട് രാജകുമാരൻ ഉത്തരവിട്ടു. അങ്ങനെ 186 ക്യാരറ്റ് ഉണ്ടായിരുന്ന കോഹിനൂർ 105.6 ക്യാരറ്റായി ചുരുങ്ങി. പുരുഷന്മാർ ധരിച്ചാൽ ശാപമുണ്ടാകുമെന്ന കഥകൾ ബ്രിട്ടീഷുകാരും വിശ്വസിച്ചിരുന്നു അത്രേ. അതിനാൽ കോഹിനൂർ ബ്രിട്ടീഷ് രാജകുടുംബത്തിലെ സ്ത്രീകൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തി. വിക്ടോറിയ രാജ്ഞി മുതൽ അലക്സാണ്ട്ര രാജ്ഞി, മേരി രാജ്ഞി, ഒടുവിൽ എലിസബത്ത് രാജ്ഞിയുടെ അമ്മയായ ക്വീൻ മദർ വരെയുള്ളവർ
തങ്ങളുടെ കിരീടങ്ങളിൽ ഈ കൊളോണിയൽ കൊള്ള മുതൽ അഭിമാനത്തോടെ ധരിച്ചിരുന്നു അത്രേ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് മുതൽ കോഹിനൂർ തിരികെ നൽകണമെന്ന് പലതവണ ഇന്ത്യ ആവശ്യമുയർത്തിയിട്ടുണ്ട്. ഇന്ത്യയെ കൂടാതെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇതിന്മേൽ അവകാശവാദം ഉന്നയിച്ചിട്ടുമുണ്ട്. എന്നാൽ രത്നം തിരികെ നൽകുന്നത് ബ്രിട്ടീഷ് മ്യൂസിയങ്ങൾ കാലിയാകാൻ കാരണമാകുമെന്ന് പറഞ്ഞ് ബ്രിട്ടൻ ഈ ആവശ്യങ്ങളെല്ലാം തള്ളിക്കളയുകയാണ്. പക്ഷേ കാലം മാറുകയാണ്. ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനവും ലോകമെമ്പാടും നടക്കുന്ന കൊളോണിയൽ വിരുദ്ധ ചർച്ചകളും ബ്രിട്ടീഷ് രാജകുടുംബത്തെയും സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. അതിനൊരു ഉദാഹരണമാണ് അടുത്തിടെ നടന്ന ചാൾസ് രാജാവിന്റെ കിരീടധാരണ ചടങ്ങിൽ കാമില രാജ്ഞി കോഹിനൂർ പതിച്ച കിരീടം ഒഴിവാക്കിയത്. ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം വഷളാകാതിരിക്കാൻ അവർ ആ രത്നം മാറ്റിവെച്ചതാണത്രേ. ഇന്ന് ലണ്ടൻ ടവറിലെ കനത്ത കണ്ണാടിക്കൂട്ടിൽ കോഹിനൂർ വിശ്രമിക്കുകയാണ്. ബ്രിട്ടീഷുകാർക്ക് അതൊരു കിരീടാവകാശത്തിന്റെ പ്രതീകമായിരിക്കാം. എന്നാൽ കോടിക്കണക്കിന് ഇന്ത്യക്കാർക്ക് അത് ചോരയും കണ്ണീരും വീണ അവരുടെ ചരിത്രമാണ്. ബ്രിട്ടീഷ് കൊളോണിയലിസത്തിന്റെ മായാത്ത ഒരു പാടാണ്. നഷ്ടപ്പെട്ട ആ പ്രകാശത്തിന്റെ പർവ്വതം എന്നെങ്കിലും അതിന്റെ ജന്മനാട്ടിലേക്ക് തിരിച്ചെത്തുമോ എന്നാണ് നമ്മൾ ഇന്ത്യക്കാർ പ്രതീക്ഷിക്കുന്നത്. കാലത്തിന് മാത്രമേ അതിന് ഉത്തരം നൽകാൻ കഴിയുകയുള്ളൂ. Waytonikah.com, the exclusive Muslim matrimonial site.